ചൈനീസ് ന്യൂ ഇയർ തായ്ലൻഡിലും വലിയ ആഘോഷമാണ്. അങ്ങനെ ഒരു ചൈനീസ് ന്യൂ ഇയർ തായ്ലൻഡ് മുഴുവൻ ആഘോഷിക്കുമ്പോൾ ഞാൻ മാത്രം ലാവോസിലേക്ക് പോകാൻ തീരുമാനിച്ചു. വൈകുന്നേരം 6:30 കൂടി ഞാൻ ബാങ്കോക്കിൻ്റെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ബാങ്കോക്കിൽ നിന്നും നോർത്ത് സൈഡിലെ തായ്ലൻഡിൻ്റെ അതിർത്തിയായ നോങ്കായ് വരെ പോകുന്ന ഒരു ട്രെയിൻ രാത്രി 8:30 പുറപ്പെടും. അത് പിടിക്കണം. ഏതാണ്ട് 8:10 കൂടി തന്നെ ബോർഡിംഗ് ആരംഭിച്ചു. ടിക്കറ്റ് ചെക്ക് ചെയ്ത് നമ്മളെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കും. അവിടെ ട്രെയിൻ റെഡി ആയിട്ടുണ്ടാവും. ട്രെയിനിലെ സ്റ്റാഫുകളൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. അവർ നമ്മുടെ ടിക്കറ്റ് ചെക്ക് ചെയ്ത് നമ്മുടെ സീറ്റൊക്കെ കാട്ടി നിന്ന് നമ്മളെ ഉള്ളിലേക്ക് അയക്കും. കൃത്യം 8:15 തന്നെ ഞാൻ ഉള്ളിലേക്ക് കയറി. ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ശ്രദ്ധിച്ചത് സ്റ്റാഫ് നമുക്കുള്ള ബെഡ് റെഡിയാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചുറ്റും ഒന്ന് നടന്നു. ടോയ്ലറ്റൊക്കെ ഒന്ന് പോയി നോക്കി. തിരികെ നമ്മുടെ സീറ്റിലേക്ക് വന്നപ്പോഴേക്കും ബെഡെല്ലാം റെഡി ആയിട്ടുണ്ട്. എൻ്റേത് അപ്പർ ബെർത്താണ്. സാമാന്യ വലിപ്പമുള്ള ഒരു ബെർത്ത്. ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഒരു പില്ലോയുണ്ട്. പുതയ്ക്കാനായി ഒരു ബ്ലാങ്കറ്റ്. പിന്നെ ഒരു ബോട്ടിൽ വെള്ളവുമുണ്ട്. എല്ലാം റെഡിയാക്കി കർട്ടനൊക്കെ ക്ലോസ് ചെയ്ത് ഞാൻ നേരത്തെ തന്നെ ഉറങ്ങാൻ തീരുമാനിച്ചു. നീണ്ട യാത്രയാണ്. നാളെ രാവിലെ 6:30 നമ്മൾ നോങ്കായ് എത്തും. അങ്ങനെ നോങ്കായ് എത്തി. വളരെ ചെറിയൊരു സ്റ്റേഷനാണ് നോങ്കായ്. സമയം 6:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ പുറത്തേക്ക് നടന്നു. അവിടെ കണ്ട ഒരു ടുക് പിടിച്ച് തായ്ലൻഡിലെ ബോർഡറിലേക്ക്. 5-6 മിനിറ്റ് ദൂരമേ ഉള്ളൂ ഇവിടെ നിന്നും ആ ബോർഡറിലേക്ക്. ഈ നോങ്കായ് വളരെ പ്രത്യേകത ഉള്ള ഒരു സ്ഥലമാണ്. നോങ്കായിലേക്ക് മുമ്പൊരിക്കൽ ഞാൻ വന്നിട്ടുണ്ട്. ആ വീഡിയോ പുറകെ ഞാൻ പോസ്റ്റ് ചെയ്യാം. അങ്ങനെ തായ്ലൻഡിൻ്റെ ബോർഡറിലെത്തി. ഏകദേശം 30 മിനിറ്റ് കൊണ്ട് അവിടുത്തെ പ്രൊസീജിയർ ചെയ്തു തീർത്തു. പിന്നീട് അവിടെ നിന്നും ലാവോസിൻ്റെ ബോർഡറിലേക്ക് പോകാനായി 30 തായ് ബാത്ത് കൊടുത്ത് ബസ് ടിക്കറ്റ് എടുത്തു. ഈ ബസ്സിൽ 5 മിനിറ്റ് യാത്ര ചെയ്താൽ ലാവോസ് ബോർഡറിലെത്താം. ഈ കാണുന്ന മേക്കോങ് എന്ന നദിയാണ് ഈ 2 രാജ്യങ്ങളുടെയും അതിർത്തി. ലാവോസ് ബോർഡറിലെ ചെക്ക് പോയിന്റിലെത്തി. $50 കൊടുത്ത് ഞാൻ മുന്നേ തന്നെ ഒരു വിസ സംഘടിപ്പിച്ചിരുന്നത് കൊണ്ട് കാര്യങ്ങൾ വളരെ എളുപ്പമായി. പിന്നെ ഒരു ലോക്കൽ ബസ്സിൽ ലാവോസിൻ്റെ ക്യാപിറ്റലായ വിയൻറ്റയിലേക്ക്. ഏകദേശം 30 മിനിറ്റ് യാത്രയുണ്ട് അങ്ങോട്ട്. ലാവോസിലേക്ക് വരാൻ 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം സഞ്ചാരികളുടെ ഗുരുവായ സാക്ഷാൽ സന്തോഷ് ജോർജ് കുളങ്ങര തന്നെ. മുമ്പൊരിക്കൽ ബാങ്കോക്ക് വഴി ലാവോസിൻ്റെ ക്യാപിറ്റലായ വിയൻറ്റയിലേക്കും പിന്നെ അവിടെ നിന്ന് ലുവാങ് പ്രവാങ് എന്ന സ്ഥലത്തേക്കും ആ മനുഷ്യൻ യാത്ര ചെയ്ത് കണ്ടാണ് എൻ്റെ ഉള്ളിൽ ആഗ്രഹം വെച്ചത്. കൂടെ എൻ്റെ സീനിയറായ ഡോക്ടർ പ്രശാന്ത് നാരായണൻ പറഞ്ഞ ലാവോസിൻ്റെ വനങ്ങൾ നിറഞ്ഞ ഭൂപ്രകൃതിയും. വിയൻറ്റയിൻ്റെ പ്രധാന ബസ് സ്റ്റേഷനിലെത്തി. ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടും അതിൻ്റേതായ ഒരു ഗാംഭീര്യവുമില്ലാത്ത ഒരു ചെറിയ ബസ് സ്റ്റേഷൻ. ഞാൻ ശരിയായ സ്ഥലത്താണോ വന്നുപെട്ടതെന്ന് എനിക്കൊരു സംശയം തോന്നിയപ്പോൾ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കി. എല്ലാം ശരിയാണ്. ഹോട്ടൽ കണ്ടുപിടിക്കണം. അതിനുള്ള നടപ്പായി. അങ്ങനെ ഹോട്ടൽ കണ്ടുപിടിച്ച് ഒന്ന് ഫ്രഷായി പുറത്തിറങ്ങി. ഇനി എന്തെങ്കിലും കഴിക്കണം. നല്ല വിശപ്പുണ്ട്. അടുത്തുള്ള ഒരു കടയിൽ കയറി മെനു കാർഡ് നോക്കി. മിക്കവാറുമൊക്കെ തായ് ഡിഷസ് തന്നെയാണ്. പക്ഷേ കൂടെയുള്ള വില കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി. 40,000 കിപ്പ്, 50,000 കിപ്പ് അങ്ങനെയൊക്കെയാണ്. ഒരു സൂപ്പ്, പിന്നെ ചോറും ഒരു പോർക്ക് ഡിഷും. 40,000 കിപ്പാണ് വില. ലാവോസിൻ്റെ കറൻസിയാണ് കിപ്പ്. ഞാൻ കൊടുത്ത 40,000 തായ്ലൻഡിലെ ഏകദേശം 70 ബാത്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇതൊരു വിലയല്ല എന്നറിയാം. പെട്ടെന്ന് കഴിച്ച് ഞാൻ ടൗണിലേക്ക് വീണ്ടും നടക്കാൻ തുടങ്ങി. ആദ്യം പോയത് ടാറ്റ് ദാം സ്തൂപ എന്ന ഒരു സ്തൂപം കാണാനാണ്. എപ്പോഴാണ് നിർമ്മിച്ചതെന്ന് ആർക്കും ശരിയായ വിവരമില്ലെങ്കിലും ഇതിന് 500 വർഷത്തിൽ കുറയാതെ പഴക്കമുണ്ടാവുമെന്നാണ് കണക്ക്. ഇപ്പോഴത്തെ ഇതിൻ്റെ കറുപ്പ് നിറം കൊണ്ടാവണം ഇതിനെ ബ്ലാക്ക് ടവർ എന്ന് വിളിക്കുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്തൂപം സ്വർണം കൊണ്ട് പൊതിഞ്ഞതായിരുന്നു എന്നും അത് പിന്നീട് തായ്ലൻഡിലെ രാജാക്കന്മാരുടെ അധിനിവേശ കാലത്ത് നഷ്ടപ്പെട്ടു എന്നും കരുതപ്പെടുന്നു. അടുത്തായി പോവേണ്ടത് ടൗണിൽ തന്നെയുള്ള ഒരു വിക്ടറി മോണുമെൻറ്റ് കാണാനാണ്. പട്ടുസായ് എന്ന് വിളിക്കുന്ന ഇതൊരു യുദ്ധസ്മാരകമാണ്. 1968 ഇത് നിർമ്മിച്ചത് ഫ്രഞ്ച് കോളനിയായിരുന്ന ലാവോസിനെ അവരിൽ നിന്ന് മോചിപ്പിക്കാനായി പടവെട്ടി മരിച്ചവരുടെ സ്മരണയ്ക്കായിട്ടാണ്.
എന്നാൽ ഇത് നിർമ്മിച്ചതിന് പിന്നിൽ രസകരമായ മറ്റൊരു കഥ കൂടിയുണ്ട്. 1980-കളിൽ അമേരിക്ക ലാവോസിന് അവരുടെ എയർപോർട്ട് വികസിപ്പിക്കുന്നതിനായി പണമായും കോൺക്രീറ്റായും ഒക്കെ ഫണ്ട് കൊടുത്തു. വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കൻ ജെറ്റുകൾക്ക് വരാനും പോകാനുമുള്ള സൗകര്യം മുന്നിൽ കണ്ടാണ് അവരത് ചെയ്തത്. എന്നാൽ ആ പണവും കോൺക്രീറ്റും ഏതെങ്കിലും കോൺട്രാക്റ്റ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് വന്നതുകൊണ്ട് തന്നെ ലാവോസ് അത് ഉപയോഗിച്ച് ഒരു യുദ്ധസ്മാരകം നിർമ്മിച്ചു. ഏതെങ്കിലും വിദേശ ശക്തികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിലും നല്ലത് തങ്ങൾക്കായി മരിച്ചവർക്ക് സ്മാരകമുണ്ടാക്കുന്നതാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവണം ഒരുപക്ഷെ. അങ്ങനെ എയർപോർട്ട് വികസിപ്പിക്കുന്നതിന് പകരം ഉണ്ടാക്കിയ ഈ സ്മാരകത്തെ ഈ നാട്ടുകാർ കളിയാക്കി വിളിക്കുന്നത് വെർട്ടിക്കൽ റൺവേ എന്നാണ്. ഈ സ്മാരകത്തിനോട് ചേർന്ന് കാണുന്ന വലിയ കെട്ടിടം ലാവോസിൻ്റെ പാർലമെൻറ്റ് മന്ദിരവും പിന്നെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസും ഒക്കെയാണ്. അപ്പോഴേക്കും സമയം ഉച്ചയായി, നല്ല വെയിലുമുണ്ട്. ലാവോസ് ഇപ്പോഴും ആ പഴയ ഫ്രഞ്ച് കോളനി കാലത്തിൻ്റെ അവശേഷിപ്പുകളുമായി ജീവിക്കുന്ന സ്ഥലമാണ്. ഇവിടുത്തെ പല ബിൽഡിങ്ങുകൾക്കും ഓഫീസുകൾക്കുമൊക്കെ ഇപ്പോഴും ഫ്രഞ്ച് പേരുകളാണുള്ളത്. പോരാത്തതിന് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് സ്റ്റൈലും. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഒരു ബൈക്ക് ഹയർ ചെയ്ത് ഓടിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല. നടന്നു തന്നെ വേണം ഈ ടൗൺ എക്സ്പ്ലോർ ചെയ്യാൻ. നല്ല വെയിലായതുകൂടെ ഞാൻ റൂമിലേക്ക് തിരിച്ച് നടന്നു. ഇനി ഈവനിങ് ആവാൻ ബാക്കിയെന്ന് തീരുമാനിച്ചു. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഒരു 6 മണി ആയപ്പോഴേക്കും ഞാൻ വിയൻറ്റൈനിലെ ഫേമസ് ആയ നൈറ്റ് മാർക്കറ്റ് കാണാൻ പോയി. മേക്കോങ് നദിയുടെ തീരത്ത് ആളുകൾ ദിവസവും ഒത്തുകൂടുന്ന ഒരു മാർക്കറ്റും അതിനോട് ചേർന്നൊരു പാർക്കും. ഈ മാർക്കറ്റിനോട് ചേർന്നുള്ള പാർക്കിൽ ഒരു വലിയ പ്രതിമയുണ്ട്. ലാവോസിലെ പഴയ രാജാവായിരുന്ന ചാവോ അനുവോങ്ങിൻ്റേതാണിത്. സിയാം എന്ന പഴയ തായ്ലൻഡിൻ്റെ അധികാരപരിധിയിലായിരുന്നു ഈ ഭാഗങ്ങൾ അത്രയും. അവർ ഏർപ്പെടുത്തിയ ശക്തമായ നിയമങ്ങൾക്കെതിരെ പോരാടാനിറങ്ങിയ രാജാവായിരുന്നു കിങ് അനുവോങ്. എന്നാൽ അദ്ദേഹം യുദ്ധത്തിൽ തോൽക്കുകയും പിടികൂടപ്പെടുകയും ചെയ്തു. വിയൻറ്റൈൻ എന്ന നഗരം പൂർണ്ണമായും തകർക്കപ്പെട്ടു. പിടികൂടിയ രാജാവിനെ മരണം വരെയും എല്ലാവർക്കും കാണാൻ പറ്റുന്ന തുറുങ്കിലൊക്കെ അടച്ചു. യുദ്ധം തോറ്റ് മരണം വരിച്ചെങ്കിലും ലാവോസ് എന്ന രാജ്യത്തിനും നാട്ടുകാർക്കും ഒരു ഐഡൻറ്റിറ്റി നേടിക്കൊടുത്തതിൻ്റെ പേരിൽ അവിടുത്തുകാർ ഇന്നും ഈ രാജാവിനെ ഓർക്കുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് ഞാനൊരു 10 മണിയോട് കൂടി തിരികെ റൂമിലേക്ക് വന്നു. അടുത്ത രാവിലെ തന്നെ ഞാൻ വീണ്ടും വിയൻറ്റൈൻ്റെ കാഴ്ചകൾ കാണാൻ ഇറങ്ങി. വാറ്റ് സിസാക്കത്ത് എന്ന ഒരു അമ്പലം കാണാനാണ് ആദ്യം പോയത്. ഈ അമ്പലം ഞാൻ മുന്നേ പറഞ്ഞ ചരിത്രവുമായി ബന്ധമുള്ള ഒരു സ്ഥലമാണ്. കിങ് അനുവോങ്ങിനെതിരെ യുദ്ധം ചെയ്യാനെത്തിയ സിയാം പട്ടാളം ഈ അമ്പലമാണ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സായി ഉപയോഗിച്ചത്.
1818 കിങ് അനുവോങ് തന്നെയാണ് ഈ അമ്പലം നിർമ്മിച്ചതും. പിന്നീട് ഫ്രഞ്ച് ഗവൺമെൻറ് ഇത് 1924-ലും 1930-ലും പുനർനിർമ്മിച്ചു. ഈ ഭിത്തികളിലെ ചെറിയ പൊത്തുകളിലായി 2000-ഓളം സെറാമിക്കിലും വെള്ളിയിലും തീർത്ത ബുദ്ധരൂപങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. എന്നാൽ നമുക്കുള്ളിൽ ക്യാമറ കൊണ്ടുപോയി അത് ഷൂട്ട് ചെയ്യാൻ അനുവാദമില്ല.
ഇനി പോവേണ്ടത് ടൗണിന് വെളിയിലുള്ള ഒരു പാർക്കിലേക്കാണ്. നിരവധി ശില്പങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ബുദ്ധ പാർക്ക് എന്നറിയപ്പെടുന്ന ഒരു പാർക്കാണത്. വീണ്ടും ആദ്യത്തെ ദിവസം നമ്മൾ വന്നിറങ്ങിയ ആ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. ഒരു ബസ് പിടിച്ചു. ഈ ബസ്സിൽ ഏകദേശം 40 മിനിറ്റ് യാത്ര ചെയ്യണം അവിടെ എത്താൻ.
ആ കാണുന്നത് മേക്കോങ് നദിയാണ്, അതിനപ്പുറത്ത് കാണുന്നത് തായ്ലൻഡിൻ്റെ ഭാഗങ്ങളും. ഉച്ചയോടെ അവിടെ നിന്നും തിരികെ വീണ്ടും വിയന്റിയൻ ടൗണിലേക്ക് വന്നു. നമ്മുടേതുപോലുള്ള ഓട്ടോറിക്ഷയും ബൈക്ക് മോഡിഫൈ ചെയ്തുണ്ടാക്കിയ മറ്റൊരു വിധം വാഹനവുമൊക്കെയാണ് ഇവിടെ സാധാരണക്കാർ ഉപയോഗിക്കുന്നത്. ഫ്രഞ്ചുകാരുടെ സംഭാവനയായ ബഗേറ്റ് എന്ന് വിളിക്കുന്ന നീളൻ ബ്രെഡ് ഇപ്പോഴും വിയന്റിയൻ്റെ മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും വിശക്കാൻ തുടങ്ങി. പിന്നെ ഗ്രിൽ ചെയ്ത ചിക്കനും പപ്പായ സാലഡും പ്ലാസ്റ്റിക് കവറിൽ തന്ന വെള്ളച്ചോറും ചേർത്ത് കഴിച്ച് ഞാൻ എൻ്റെ വിശപ്പടക്കി. ഇനി റൂമിൽ പോയി കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം. പിന്നെ വീണ്ടും കാഴ്ചകളിലേക്ക്. വൈകുന്നേരം ഞാൻ വീണ്ടും നൈറ്റ് മാർക്കറ്റിലേക്ക് ഒന്നുകൂടി പോയി. അല്പസമയം അവിടെ കറങ്ങി നടന്നു. പിന്നെ ഭക്ഷണം കഴിച്ചു. അതിനുശേഷം തിരിച്ച് റൂമിലേക്ക് നടന്നു. നാളെ എനിക്ക് നീണ്ട യാത്ര ചെയ്യാനുള്ളതാണ്. ലാവോസിൻ്റെ പഴയ തലസ്ഥാനമായിരുന്ന ലുവാങ് പ്രഭാങ് കാണാനാണ് ഈ സാഹസികമായ യാത്ര. ആ യാത്രയുടെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ.